ഹായ് ഓൾ, എല്ലാവർക്കും ഐ2ടിക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിലേഷ്. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എപ്പോഴായാലും കണ്ണാടിന് മുമ്പ് പോയിട്ട് ഒരുങ്ങാതെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ലൈഫിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ത് കണ്ണാടി എന്ന് പറയുന്നത്. എപ്പോഴും പറയുന്ന കാര്യമാണ്, കണ്ണാടിന് മുമ്പ് പോയി കഴിഞ്ഞാൽ അയാൾ അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യില്ല, പുറത്തേക്ക് വരില്ല, ഫുൾ ടൈം ഒരുങ്ങില്ല എന്ന് പറയും. ശരിയാണല്ലോ. ഈ കണ്ണാടിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഒരുപാട് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പല മത്സര പരീക്ഷയും ചോദിക്കാറുള്ളത്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ ഒന്നുകൂടി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്. മനസ്സിലാക്കി പഠിച്ചാലും മെച്ചം എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും. കാണാപ്പാടം പഠിക്കാൻ ആർക്കും പറ്റും, ശരിയല്ലേ? കാണാപ്പാടം പഠിച്ചാൽ എന്താ കുഴപ്പം? പെട്ടെന്ന് അത് മറന്നു പോകും. നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? അത് റീസ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ഒരു തവണ നിങ്ങളിതൊന്നും മനസ്സിലാക്കി പഠിച്ചു നോക്കും, അതവിടെ കിടക്കും. സോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കണ്ണാടികളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും 3 തരം കണ്ണാടികളുണ്ട്. നമ്മൾ എന്നും നോക്കുന്ന കണ്ണാടി സമതല ദർപ്പണം, നേരെയാണ്. പിന്നെ ഉള്ളിലേക്ക് കുഴിഞ്ഞ ദർപ്പണം എന്ന് പറയും. അതായത് കണ്ണാടിക്ക് 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ മുഖം നോക്കുന്ന ഭാഗവും അതിൻ്റെ പിറകുഭാഗവും. മുഖം നോക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ പ്രതിപതന തലം. ഓക്കെ. മറുഭാഗം എന്താണ്? റഫ് സർഫസ് ആണ്. അവിടെ നമുക്ക് പോയി മുഖം നോക്കാൻ പറ്റില്ല, ഉൾവശത്താണ് ഉണ്ടാവുക. ഇനി ചിന്തിക്കേണ്ട കാര്യം, ഈ പ്രതിപതന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞതാണ് കോൺകേവ് ദർപ്പണം. എങ്ങനെ പഠിക്കാം? കേവ് എന്താണെന്ന് ആലോചിച്ചാൽ മതി. കേവ് എന്ന് പറഞ്ഞാൽ ഗുഹയാണ്. ഗുഹയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഗുഹ ഇങ്ങനെ ഉള്ളോട്ടേക്ക് കുഴിഞ്ഞതാണ്. ആ ഉള്ളോട്ടേക്ക് കുഴിഞ്ഞതാണെന്ത് കോൺകേവ് എന്ന് പറയുന്നത്. അപ്പൊ കോൺകേവ് എന്താണ്? പ്രതിപതന തലം ഉള്ളോട്ടേക്ക് കുഴിഞ്ഞത്. അപ്പം പ്രതിപതന തലം പുറത്തേക്ക് തള്ളിയത് എന്തായിരിക്കും? അത് കോൺവെക്സ്. നേരെയാണെങ്കിൽ സമതല ദർപ്പണം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു തീർക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ പ്രതിബിംബമാണ്. പ്ലെയിൻ മിററിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഒരു പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കണ്ണാടിയിൽ നിന്നും ആ പ്രതിബിംബം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് മാറ്റാൻ സാധിക്കുന്നില്ല. നമ്മുടെ പ്രതിബിംബം എവിടെ മാത്രമാണ് കാണുന്നത്? ആ കണ്ണാടിക്ക് ഉള്ളിൽ മാത്രമാണ് കാണുന്നത്. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കാത്ത പ്രതിബിംബങ്ങളാണ് എന്ത്? മിഥ്യാ പ്രതിബിംബങ്ങൾ. അതായത് നാം ഒരു കണ്ണാടിയിൽ നോക്കിയാൽ ആ പ്രതിബിംബത്തെ നമുക്ക് മറ്റെവിടേക്കും എടുത്തു വെക്കാൻ സാധിക്കില്ല. അത് മിഥ്യയാണ്. ക്ലിയർ ആണ്? രണ്ടാമതാണ് യഥാർത്ഥ പ്രതിബിംബം. ആ പ്രതിബിംബങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ക്രീനിലോ ചുവരിലോ ഒക്കെ പതിപ്പിക്കുവാൻ സാധ്യമാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ സിനിമ സ്ക്രീനിൽ എന്താ കാണുന്നത്? നമ്മുടെ പ്രതിബിംബങ്ങൾ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഇമേജാണ് എന്ത് ചെയ്യുന്നത്? പതിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ പ്രൊജക്ടർ സ്ക്രീൻ കണ്ടിട്ടുണ്ടാവും. പ്രൊജക്ടർ എന്താ ചെയ്യുന്നത്? പ്രൊജക്ട്സ് ഇമേജസ് ഓൺ എ സ്ക്രീൻ. അപ്പോൾ അത് യഥാർത്ഥ പ്രതിബിംബങ്ങളാണ്. കിട്ടിയല്ലോ? 2 കാര്യങ്ങളും പഠിപ്പിച്ചു വെക്കണം. യഥാർത്ഥ പ്രതിബിംബങ്ങൾ എപ്പോഴും തലകീഴായതായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാ പറയുക? നിങ്ങൾ തന്നെ പറഞ്ഞു, അല്ലെ ഞാൻ തന്നെ പറഞ്ഞു, സിനിമ കാണുമ്പോൾ കാണുന്ന പ്രതിബിംബം എന്താണ്? യഥാർത്ഥമാണ്, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അത് തലകീഴായതായിരിക്കുന്നു. പക്ഷെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാ, നേരല്ലേ കാണുന്നത്. പ്രശ്നമാക്കണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഒരു ലെൻസ് ഉപയോഗിച്ച് അതിനെ തലകീഴാക്കുന്നതാണ്. തലകീഴുള്ളത് നേരെയാക്കാണ് ചെയ്യുന്നത്. കേട്ടോ? അപ്പം മനസ്സിലാക്കി വെക്കുക. മിഥ്യാ പ്രതിബിംബം നമ്മളൊരു കണ്ണാടിയിൽ നമ്മളെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആ പ്രതിബിംബം മിഥ്യാ പ്രതിബിംബമാണ്. അതെങ്ങനെയാണ്? നിവർന്നതാണ്. ശരിയല്ലേ? പക്ഷേ ഒരു യഥാർത്ഥ പ്രതിബിംബം ആണെങ്കിൽ അതെന്തായിരിക്കും? അത് തലകീഴായതായിരിക്കും. നമ്മൾ പറഞ്ഞു ദർപ്പണങ്ങളുടെ പ്രതിപതന തലം അത് എത്രമാത്രമുണ്ടോ അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് അപ്പേർച്ചർ എന്ന് പറയുന്നത്. അത് പലപ്പോഴും നിങ്ങൾക്ക് മാറിപ്പോകുന്നൊരു കാര്യമാണ്. അപ്പേർച്ചർ എന്നാണ് പറയുക, പ്രതിപതന തലം. ക്ലിയർ ആണ്? കോൺകേവ് ദർപ്പണത്തെയും കോൺവെക്സ് ദർപ്പണത്തിനെയും പൊതുവായി വിളിക്കുന്ന പേരാണ് ഗോളീയ ദർപ്പണങ്ങൾ. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാനുള്ള കാരണം? ഇവയൊരു ഗോളത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു ഗോളമാണെങ്കിൽ ഇവിടെ മുറിച്ച് നമുക്ക് എന്ത് കിട്ടും? ഗോളീയ ദർപ്പണങ്ങൾ കിട്ടും. കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും. ആ ഗോളീയ ദർപ്പണത്തിൻ്റെ മധ്യബിന്ദു, ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് പോൾ. മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ആ ഗോളത്തിൻ്റെ, ആ സാങ്കല്പിക ഗോളത്തിൻ്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം.
ഈ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർരേഖനെ വിളിക്കുന്ന പേരാണ് മുഖ്യ അക്ഷം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. മുഖ്യ അക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം ആയിരിക്കും. ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. സി എന്ന് പറയുന്നതാണ് മുഖ്യ അക്ഷം, വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന എല്ലാ രേഖകളും ദർപ്പണത്തിന് ലംബമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കി വെക്കണം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. സിയിലൂടെ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന എല്ലാ രേഖകളും ദർപ്പണത്തിന് ലംബമായിരിക്കും. ക്ലിയർ ആണ്? ഇനി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മുഖ്യ അക്ഷത്തിൻ്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. എന്താണ്? ഫോക്കസ്. ഇനി ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫോക്കസിനെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കി വെക്കണം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു വരുന്ന എല്ലാ രശ്മികളും ഫോക്കസിലൂടെയാണ് കടന്നു പോവുക. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു വരുന്ന എല്ലാ രശ്മികളും എങ്ങനെ കടന്നു പോകുന്നു? ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. അതേപോലെ ഫോക്കസും പോളും തമ്മിലുള്ള അകലമാണ് ഫോക്കൽ ദൂരം. ഫോക്കസും പോളും തമ്മിലുള്ള അകലമാണ് ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് അതിൻ്റെ വക്രതാ ആരത്തിൻ്റെ പകുതിയായിരിക്കും. വക്രതാരത്തിൻ്റെ പകുതിയായിരിക്കും. F = R/2 എന്നാണ് ഇക്വേഷൻ ഉണ്ടാവുക. ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് സിൻ്റെയും പിൻ്റെയും നടുവിലായിരിക്കും. സി എന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രം, പി എന്ന് പറഞ്ഞാൽ പോൾ, അതിൻ്റെ മധ്യബിന്ദു ആയിരിക്കും എന്ത്? F. ഇനി നമുക്ക് പതനരശ്മിൻ്റെയും പ്രതിപദരശ്മിയുടെയും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം. ജസ്റ്റ് ഞാൻ വളരെ വേഗത്തിൽ ഇത് പറഞ്ഞു പോകും, ഒന്ന് ശ്രദ്ധിക്കാം. നോക്കി, ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. 1 മിനിറ്റോട് നമുക്ക് തീർക്കാം കേട്ടോ. ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇത് കോൺകേവ് ദർപ്പണമാണ്. ദർപ്പണത്തിലേക്ക് സമാന്തരമായിട്ട് മുഖ്യ സമാന്തരമായിട്ട് ഒരു നേർരേഖ വരുന്നു. അതെങ്ങനെ പോവും? ഫോക്കസിലൂടെ പ്രതിപതിച്ച് പോകും. ക്ലിയർ ആണ്? അത് തന്നെയാണ് കോൺവെക്സിലും. കോൺവെക്സിലേക്ക് മുഖ്യ അക്ഷം ഇതാണ് വരുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് പുറത്തേക്ക് നീട്ടി വരയ്ക്കുകയാണ്. കാരണം ഇത് കണ്ണാടിൻ്റെ ഉൾവശമാണ്. നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുക. ഈ വരച്ചിരിക്കുന്ന ഭാഗം റഫും ഈ ഭാഗം പ്രതിപതനവുമാണ്. അപ്പം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് രശ്മി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷെ നമുക്കെന്ത് തോന്നും? അത് ഫോക്കസിലൂടെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഒരു ഫീലിങ്സ് മാത്രമാണ്. ഇതാണ് പക്ഷെ ഉത്തരം. അടുത്ത ചോദ്യം എന്താണ്? അടുത്തത് നേരെ ഇങ്ങനെയാണ് പറയുന്നത്. ഫോക്കസിലൂടെ ഒരു രശ്മി വന്നാൽ സംഭവിക്കുക? ഫോക്കസിലൂടെയാണ് വരുന്നത്. അപ്പം എന്ത് സംഭവിക്കും? അത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് തിരിച്ചു പോകും. ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോവും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇവിടെ നോക്കാം. ഫോക്കസിലേക്കാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരണം? ഫോക്കസിലേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് കടക്കില്ല. കാരണം എന്താണ്? ഇവിടുന്ന് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് പോവും. അപ്പോൾ നേരെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് ആര് കടന്നു പോവും? ഈ വരുന്ന രശ്മി റിഫ്ലക്റ്റ് ചെയ്ത് പോവും. ക്ലിയർ ആണ്? അടുത്തത് ഇവിടെ സി ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വക്രതാ കേന്ദ്രത്തിലൂടെയാണ് പ്രകാശിച്ച് വരുന്നത് എങ്കിൽ, ഇത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അതേ പാതയിൽ തിരിച്ചു പോവും. അങ്ങനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു പോവും. ഇവിടെ അങ്ങനെ തന്നെ സിയിലേക്ക് വരികയാണ് കേട്ടോ. നേരതാ സിയിലേക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? നേരെ സിയിലേക്ക് വരുന്നു. അതങ്ങനെ തന്നെ എന്ത് ചെയ്യും? തിരിച്ച് പോകും. ഓക്കെ, വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി വെക്കുക. നാലാമത്തത്, ഇത് കോൺകേവ് ദർപ്പണമാണ്. പതനരശ്മി വരുന്നു. നേരെ എങ്ങോട്ടേക്ക് വരുന്നു? പോളിലേക്ക് വരുന്നു. പോൾ കണ്ണാടിയുടെ മധ്യബിന്ദുവാണ് പോൾ. അതെന്ത് സംഭവിക്കും? ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഇതാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. ഈ ആംഗിൾ 20 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഉത്തരം സിമ്പിളാണ്, 20 ഡിഗ്രി തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അത് പോളിലേക്കാണ് വന്നത് എങ്കിൽ. മുഖ്യക്ഷം നീട്ടി വരയ്ക്കുന്നു. ഇതാണ് പോൾ എന്ന് പറയുന്നത്. നേരെ ഇങ്ങനെ വരുന്നുവെങ്കിൽ ഇങ്ങനെ പോകും. ഇവിടെയും സെയിം തന്നെയാണ്. രണ്ട് ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കിട്ടിയല്ലോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒറ്റ കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ഡിസിഷൻ ബോക്സിൽ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കാനുള്ളൊരു വീഡിയോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ് കുട്ടിക്ക് പഠിക്കാനുള്ളത്. അതിൽ വിശദമായിട്ട് ഓരോന്നിൻ്റെയും
കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പോയിട്ട് ലിങ്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഈ ഭാഗത്ത് ഒരുപാട് തവണ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, ഓരോരോ ഭാഗങ്ങളിൽ നമ്മൾ വസ്തു വെക്കുന്ന സമയത്ത് എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ചെറിയൊരു ടിപ്പ് രൂപത്തിൽ പഠിച്ചു വെക്കാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇതിൻ്റെ ഒന്നും ഡയഗ്രം ഞാൻ വരയ്ക്കുന്നില്ല. അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, താഴെയുള്ള വീഡിയോ പോയിട്ട് അത് കാണാം. ഒരു ദർപ്പണത്തിൻ്റെയോ അല്ലെങ്കിൽ ലെൻസിൻ്റെയോ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കുറേ ഭാഗം നമ്മൾ പറയും ഓക്കിം എഫ്. ഈ ഒ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെൻ്ററാണ് കേട്ടോ, നമ്മുടെ ദർപ്പണം പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് കോൺകേവ് ദർപ്പണത്തിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും ഇമേജ് ഫോർമേഷനാണ്. ഇതാണ് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. തുടർന്ന് പഴയ കാലത്തൊക്കെ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാവും ഇവിടെ നിന്നാണ് ചോദ്യം ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. 1ഉം 5ഉം കൂട്ടിയാൽ 6 ആണെന്നും 2ഉം 4ഉം കൂട്ടിയാൽ 6 ആണെന്നും 3ഉം 3ഉം കൂട്ടിയാൽ 6 ആണെന്നും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളിതാ ഫോക്കസിലാണ് വസ്തുവിനെ വെക്കുന്നത് എങ്കിൽ 1നോട് എത്ര കൂട്ടിയാൽ 6 കിട്ടും, 5 കൂട്ടിയാൽ കിട്ടും. നമുക്ക് കിട്ടുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. ക്ലിയർ ആണ്? പഠിച്ചു നിങ്ങൾ. 2ഉം എത്രയും കൂട്ടിയാൽ, അതായത് എഫിനും സിക്കും ഇടയിലാണ് വസ്തു വെക്കുന്നത് എങ്കിൽ എങ്ങനെ സംഭവിക്കും? 2നോട് എത്ര കൂട്ടിയാൽ 6 കിട്ടും? 2നോട് 4 കൂട്ടിയാൽ 6 കിട്ടുന്നു. അപ്പോൾ എവിടെയാണ് പ്രതിബിംബം ഉണ്ടാവുക? ഇവിടെയാണ് പ്രതിബിംബം ഉണ്ടാവുക. 2ൽ വെച്ചാൽ 4ൽ. അങ്ങനെയാണെങ്കിൽ വസ്തു എവിടെ വെച്ചത്? പിന്നെ വക്രത കേന്ദ്രത്തിൽ. സിയിൽ വെച്ചാൽ എവിടെ തന്നെ? 3ഉം 3ഉമാണ്. അപ്പം സിയിലൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ എന്ത് കിട്ടും? പ്രതിബിംബം കിട്ടും. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ സിക്ക് അപ്പുറം വെക്കുന്നു, ഇവിടെയാണ് വെച്ചെങ്കിലോ 4നോട് എത്ര കൂട്ടിയാൽ 6 കിട്ടും? 2 കൂട്ടിയാൽ മതി. ഇവിടെ എന്ത് കിട്ടും? പ്രതിബിംബം കിട്ടും. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 5 നേരത്തെ എഫിൽ വെച്ചാൽ 5ൽ കിട്ടിയിരുന്നു. ഇത് എവിടെയാണ്? അനന്തതയാണ്, ഇൻഫിനിറ്റിയാണ്. നമ്മൾ ഇൻഫിനിറ്റിയിലാണ് വെക്കുന്നതെങ്കിലോ അത് നേരെ എവിടെ കിട്ടുന്നു? 5ഉം 1ഉമാണ് എന്ത്? 6. അപ്പം ഇവിടെ കിട്ടും. ഇത് തന്നെയാണ് ലെൻസിലും ഫോക്കസിലാണ് നമ്മൾ വസ്തു വെക്കുന്നത് എങ്കിൽ 1ൽ വെച്ചാൽ എവിടെ കിട്ടണം? 5ൽ കിട്ടണം, അനന്തതയിലാണ് കിട്ടുക. ഓക്കെ. 2ൽ വെക്കുന്നു, അതായത് എഫിനും സിക്കും ഇടയിൽ വെക്കുന്നു, എവിടെ കിട്ടണം? 2ഉം 4ഉമാണ് 6. എവിടെ കിട്ടും? ബിയോണ്ട് സിക്ക് അപ്പുറം കിട്ടും. ഇനി 3ലാണ് വസ്തുവിൽ വെക്കുന്നതെങ്കിലോ സിയിൽ വെച്ചാൽ 3ൽ തന്നെ, സിയിൽ തന്നെ കിട്ടും. ഇനി ചിന്തിക്കേണ്ട കാര്യം, സിക്ക് അപ്പുറം വെച്ച് കഴിഞ്ഞാലോ 4ഉം 2ഉമാണ് 6. ബിറ്റ്വീൻ എഫ് ആൻഡ് സി കിട്ടും. ഇനി നമ്മൾ അനന്തതയിൽ വെച്ച് കഴിഞ്ഞാലോ നമുക്ക് എവിടെ കിട്ടുന്നു? ഫോക്കസിൽ കിട്ടുന്നു. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന എല്ലാ പ്രതിബിംബങ്ങളും തല കീഴായതാണ്. കണ്ടില്ലേ? എല്ലാം ഞാൻ പറഞ്ഞു എന്താണ്? തല കീഴായതായിരുന്നു എല്ലാവരും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് തല കീഴായത് മാത്രമാണ് പഠിക്കാനുള്ളത്. ഇത് 2 ഇമേജ് ഫോർമേഷൻ കൂടി ഉണ്ട്. അത് എവിടെയാണ്? ഒന്ന് ഇവിടെയാണ്, രണ്ടാമത്തത് ഇവിടെയാണ്. ഇവിടെ വെച്ചാൽ എവിടെ കിട്ടും? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ നമ്മൾ വസ്തുവിനെ വെച്ചാൽ നമുക്ക് എവിടെയാണ് ഇമേജ് കിട്ടുക? ഇതെല്ലാം നമുക്ക് റിയൽ ഇമേജസ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം തല കീഴായതാണ് കിട്ടിയത് എങ്കിൽ എഫിനും പിക്കും ഇടയിൽ വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതൊരു മിഥ്യാ പ്രതിബിംബം കിട്ടുന്നത്. മിഥ്യയാണ്, വലുതാണ്. ഓക്കെ. അതെങ്ങനെ? ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോസ് കണ്ടാൽ മതി. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ലെൻസിലാണെങ്കിലോ നമ്മളിതാ എഫിനും പിക്കും ഇടയിൽ വച്ച് കഴിയാൻ നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ് കിട്ടുക. കണ്ടോ? ഇത് നിവർന്ന പ്രതിബിംബമാണ്. എല്ലാ നിവർന്ന പ്രതിബിംബങ്ങളും എന്തായിരിക്കും? മിഥ്യാ പ്രതിബിംബങ്ങളായിരിക്കും. ഇനി ഒറ്റ കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇത് കോൺകേവ് ദർപ്പണമാണ്. ഇനി കോൺവെക്സ് ദർപ്പണത്തിന് പറയാനുണ്ട്. അതേപോലെ തന്നെ ഇത് കോൺവെക്സ് ലെൻസാണ്. ഇനി കോൺകേവ് ലെൻസിൻ്റെ പറയാനുണ്ട്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു. തൊട്ടുമുമ്പേ നമ്മൾ പഠിച്ച കോൺകേവ് ദർപ്പണത്തിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും ഇമേജ് ഫോർമേഷൻ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒറ്റ പ്രത്യേകതയുള്ളൂ. നമുക്കിതാ ഇവിടെ ഇതൊരു കോൺവെക്സ് ദർപ്പണമാണ്. ഇതിന് മുമ്പിൽ സിയും എഫും ഒന്നുമില്ല. കണ്ണാടിക്ക് ഉള്ളിലാണ് എന്തുള്ളത്? എഫ് സി. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഒരു വസ്തു നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു വെക്കുക, ആ വസ്തുവിൻ്റെ പ്രതിബിംബം ഉണ്ടാവുന്നത് എഫിനും പിക്കും ഇടയിലായിരിക്കും. ചെറിയ പ്രതിബിംബമാണ് കിട്ടുക, മിഥ്യാ പ്രതിബിംബമാണ് കിട്ടുക. അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഇവിടെ വെച്ചാലും ഒക്കെ നമുക്ക് എന്താ കിട്ടുക? നമുക്ക്
നേരെ കിട്ടുന്നത് ഇവിടെയാണ് പ്രതിബിംബം കിട്ടുക. അതായത് കോൺവെക്സ് ദർപ്പണമായാലും കോൺകേവ് ദർപ്പണമായാലും എപ്പോഴും നമുക്ക് പ്രതിബിംബം കിട്ടുക എവിടെയാണ്? എഫിനും പിക്കും ഇടയിൽ. ഇത് O തന്നെയാണ്, പക്ഷേ മധ്യബിന്ദുവില്ലേ, മധ്യബിന്ദുവിനും എഫിനും ഇടയിലാണ് കിട്ടുക. ആ രണ്ട് പ്രതിബിംബങ്ങളും എന്തായിരിക്കും? ചെറുതായിരിക്കും. രണ്ടും എന്തായിരിക്കും? മിഥ്യയായിരിക്കും, കോമൺ ആണ്. ഇതും ആ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മതി. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇമേജ് ഫോർമേഷൻ പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ദർപ്പണ സമവാക്യവും ലെൻസ് സമവാക്യവും. 1/f = 1/v + 1/u ആണ് ദർപ്പണ സമവാക്യം. അതേപോലെ 1/f = 1/v - 1/u ആണ് എന്ത്? ലെൻസ് സമവാക്യം. പിന്നെ മറ്റൊന്നാണ് ആവർത്തനം എന്ന് പറയുന്നത്. ആവർത്തനം ഒന്നുമില്ല, ഇമേജിൻ്റെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇമേജിൻ്റെ പ്രതിബിംബത്തിൻ്റെ ഉയരത്തിനെ വസ്തുവിൻ്റെ ഉയരം കൊണ്ട് ഹരിച്ച് നമുക്ക് എന്ത് കിട്ടും? ആവർത്തനം കിട്ടും. അതായത് ഒരു വസ്തു വയ്ക്കുമ്പം സൃഷ്ടിക്കപ്പെടുന്ന പ്രതിബിംബം എത്രമാത്രം വലുത് അല്ലെങ്കിൽ എത്രമാത്രം ചെറുത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണെന്ത്? ആവർത്തനം. ഈ ആവർത്തനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് തവണ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആവർത്തനം -3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? അതാണ് ചോദ്യം. അപ്പം ഇത് ഉത്തരം എഴുതണമെങ്കിൽ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. സിമ്പിളാണ്. എം നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ആണ്. എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് മിഥ്യയാണ്, യഥാർത്ഥമാണ്. ഇത് മിഥ്യയാണ്. എന്താണ് എം എന്ന് പറഞ്ഞാൽ? ആവർത്തനത്തിൻ്റെ സൂചിപ്പിക്കുന്നതാണ്, മാഗ്നിഫിക്കേഷൻ ആണ് പറയാം. അതിനെ സൂചിപ്പിച്ച സിമ്പിളാണെന്ന് എം. ഇനി എമ്മിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വസ്തുവിൻ്റെ ഉയരവും ഇമേജിൻ്റെ ഉയരവും സെയിം ആയിരിക്കും. എമ്മിൻ്റെ വാല്യൂ വലുത്. നോക്കൂ, ഈ തൊള്ള തുറന്ന ഭാഗമാണ് എന്ത്? വലുത്. എം വലുതും 1 എം വലുതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? വലിയ പ്രതിബിംബമായിരിക്കും. ഇനി എമ്മിൻ്റെ വാല്യൂ മാഗ്നിഫിക്കേഷൻ, ആവർത്തനത്തിൻ്റെ വാല്യൂ 1 ചെറുതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിബിംബം എന്തായിരിക്കും? ചെറുതായിരിക്കും. ക്ലിയർ ആണ്? ഇനി ഈ ചോദ്യത്തിൽ നോക്കാം. -3 ആണെന്ന് പറഞ്ഞു. -3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ചെറിയ വാല്യൂ ആണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോവും. 1 ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ സ്മോൾ സൈസിന് എഴുതി വെക്കും. മനസ്സിലാക്കി വെക്കുക, ആവർത്തനം എന്ന് പറയുന്ന ഈ ഒരു ടേമിന് 2 ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് 2 സെക്ഷൻ ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ ഭാഗം എന്താ പറയുന്നത്? ഇത് ആവർത്തനത്തിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? അത് റിയൽ ഇമേജ് ആണ്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബമാണ്. രണ്ടാമത്തെ ഭാഗം ഏതാണ്? അത് ന്യൂമറിക്കൽ വാല്യൂ, സംഖ്യ വരുന്ന ഭാഗമാണ്. ആ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ -3 അല്ല, ഇത് -3 ആണ്. ഇതെന്തല്ല? -3 അല്ല, ഇത് -3 ആണ്. അപ്പം 3 ആണത്. മൈനസ് നമ്മൾ ഇതിലേക്ക് എടുത്തു, 3 ഇതിലേക്ക് എടുക്കണം. 3 1 വലുതായതുകൊണ്ട് ഈ പ്രതിബിംബം എന്താണ്? അല്ലെങ്കിൽ ആവർത്തനം എന്താണ്? യഥാർത്ഥവും വലുതുമായ പ്രതിബിംബം. ഇനി ഇങ്ങനെയാണ്, +0.6 ആണ് ആവർത്തനം എന്ന് പറഞ്ഞു. എങ്ങനെ പോകണം? പ്ലസ് ആയതുകൊണ്ട് അത് മിഥ്യയാണ്. 0.6 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ചെറുതാണ്, സ്മോൾ ആണ്. സോ ഈ രീതിയിൽ പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ദർപ്പണങ്ങൾ എന്ന് ചോദിക്കാറുള്ളത്. അതേപോലെ ലെൻസിനെ കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ ആ ഒരു പ്രചോദനം എനിക്ക് ആവശ്യമാണ് കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ബെല്ലടിച്ച് നിങ്ങൾ ഓൾ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാനൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. സങ്കടമായ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ കാണുന്ന 68% ആൾക്കാരും നോട്ട് സബ്സ്ക്രൈബേഴ്സ് ആണ്. അവർ ചുമ്മാ വീഡിയോ കണ്ടു പോവുകയാണ്. നിങ്ങൾക്ക് എന്താ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നാത്തത്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അതെനിക്കൊരു പ്രചോദനമായിട്ട് പോവുകയാണ്. നമ്മളിപ്പം 4K കഴിഞ്ഞു, അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫ്രം അഖിലേഷ്.